بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسولك سيد الأفضل المرسلين وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനപ്പെട്ട ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, സഹപാഠികളെ, സഹപ്രവർത്തകരെ, ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായിരിക്കുന്ന ഇമാം നബവി റളിയല്ലാഹു അൻഹു രചിച്ച റിയാദുസ് സ്വാലിഹീനിൽ രേഖപ്പെടുത്തിയ ഹദീസുകളുടെ വിവരണമാണ് കഴിഞ്ഞ 31 ദിവസങ്ങളിലായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നതിൻ്റെ 32ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധമാക്കപ്പെട്ട തിരുവചനങ്ങളെ മനസ്സിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ തുടങ്ങി വച്ചിരിക്കുന്ന ഈ മഹത്തായിരിക്കുന്ന ക്ലാസ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തുടർന്ന് കൊണ്ടുപോകാനുള്ള അവസരം ഉണ്ടാക്കി തരുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫും അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തും മുറുകെ പിടിച്ച് ജീവിക്കുക എന്നുള്ളത് മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നേരായ പാതയ്ക്ക്, നേരായ സഞ്ചാരത്തിന്, അവൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള പ്രയാണത്തിന് എല്ലാം ഒരു വഴികാട്ടി തന്നെയാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനെക്കുറിച്ചും അവിടുത്തെ തിരുസുന്നത്തുകളെക്കുറിച്ചും വിവരമുള്ളവരുടെ അടുത്ത് നിന്നും പഠിക്കുക എന്നുള്ളത് എന്നെയും നിങ്ങളുടെയും സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരു ബാധ്യത തന്നെയാണ്. മഹാന്മാരായിരിക്കുന്ന ഇമാമികളും മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരുമൊക്കെ രേഖപ്പെടുത്തി വെച്ച ഹദീസുകളും തഫ്സീറുകളുമൊക്കെ നമുക്കിന്ന് ലഭ്യമാണ്. അവയൊക്കെ പഠിക്കാൻ, അവയൊക്കെ ഒരാവർത്തിയെങ്കിലും വായിക്കാനെങ്കിലും, അവയൊക്കെ മനസ്സിലാക്കാനെങ്കിലും നാം ഓരോരുത്തരും ശ്രമിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് ആമുഖമായി പറയാനുള്ളത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ അറിഞ്ഞതൊന്നുമല്ല ഇസ്ലാമിക വിജ്ഞാനം എന്നുള്ളത്. നമ്മിൽ പലർക്കും പ്രാഥമിക ഇസ്ലാമിക വിജ്ഞാനം പോലും ഇല്ലാത്തവരാണ് എന്ന് നാം മനസ്സിലാക്കണം. വിശുദ്ധമാക്കപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്താണെന്ന് പോലും അറിയാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോഴേക്ക് സുന്നത്ത് ജമാഅത്ത് വിട്ട് തെറ്റായ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അവരോട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്താണെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് അവർക്കറിയില്ല എന്ന് തന്നെയായിരിക്കും സത്യം. അവർ കേട്ടതായിരിക്കും, അല്ലെങ്കിൽ അവർ കേട്ട് പഠിച്ചതോ കണ്ടുപഠിച്ചതോ എവിടെ നിന്നെങ്കിലുമൊക്കെ കേട്ട് പഠിച്ചതോ മാത്രമാണ് ഇസ്ലാം എന്ന ധാരണയിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ സുന്നത്തിന്റെ പേരിൽ കെട്ടിവെക്കുന്ന
ആളുകൾ പറയുന്നത് കേട്ടുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്നും വ്യതിചലിച്ച് ബിദ്അഈ പ്രസ്ഥാനക്കാരുമായിട്ട് കൂടുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അവർ അവരുടെ ജീവിതത്തിൽ ആ ബിദ്അഈക്കാർ പറയുന്നത് പോലും പകർത്താൻ സത്യസന്ധമായ രീതിയിൽ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കൂടുതൽ പ്രവേശിക്കുന്നില്ല. അത്തരം ആളുകളോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്താണ്, വിശുദ്ധമാക്കപ്പെട്ട ഖുർആനും വിശുദ്ധമാക്കപ്പെട്ട ഹദീസും എന്താണ് നമുക്ക് പറഞ്ഞു തന്നത് എന്ന് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരിൽ നിന്ന് ഒരാവർത്തിയെങ്കിലും പഠിക്കാൻ, മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുവെങ്കിൽ മാത്രം നിങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേതാണ് ബോധ്യമാകുന്നതെങ്കിൽ നിങ്ങൾ പോകുന്നതിൽ ഒന്നും നമുക്ക് പറയാനില്ല. കാരണം അള്ളാഹു ഹിദായത്ത് നൽകിയവർ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകിയവർ, അവർക്ക് മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, മഹാനായിരിക്കുന്ന പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടവരായിരുന്നു ആരൊക്കെ? അന്ന് ജീവിച്ചിരുന്ന ഖുറൈശികളെ പ്രമുഖരും ജാഹിലീങ്ങളും അതുപോലെ തന്നെ മഹാന്മാരായിരിക്കുന്ന സഹാബാക്കളും. പക്ഷേ സഹാബാക്കൾക്ക് ഹിദായത്ത് ലഭിച്ചു, പക്ഷേ സ്വന്തം കുടുംബത്തിലുള്ള പല ആളുകൾക്കും ഹിദായത്ത് ലഭിച്ചില്ല എന്ന് തന്നെയാണ് സത്യം. നമുക്കറിയാം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നു, പ്രവാചകനെ കണ്ടതിന് ശേഷം കടന്നു വന്നു. എങ്ങനെയാണ് അവർ പ്രവാചകനെ കണ്ടത്? അവർ അള്ളാഹിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആരിൽ കണ്ടത്? മുഹമ്മദ് നബിയിൽ കണ്ടത്. ഖുറൈശി തറവാട്ടിൽ അബ്ദുല്ലാഹിയുടെ മകൻ മുഹമ്മദിനെ മാത്രമാണ് ആര് കണ്ടത്? അബൂജഹലും കൂട്ടരും കണ്ടത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇസ്ലാം സ്വീകരിക്കാൻ സാധിച്ചില്ല. അതാണ് ഇസ്ലാം. അള്ളാഹു ഹിദായത്ത് കൊടുത്തവർക്ക് മാത്രമേ ഇസ്ലാമിൽ തുടരാൻ സാധിക്കുകയുള്ളൂ. സത്യസന്ധമായിട്ട് സത്യം എന്താണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് സത്യത്തിന്റെ കൂടെ നിൽക്കാൻ സാധിക്കുന്നത് അള്ളാഹു ഹിദായത്ത് കൊടുത്തവർക്ക് മാത്രമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ചിന്തിക്കുക. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ പാന്താവിൽ നിന്നും വ്യതിചലിച്ച് പുത്തൻ പ്രസ്ഥാനക്കാരുമായിട്ട് കൂട്ടുകൂടാൻ ശ്രമിക്കുന്നവർ ചിന്തിക്കുക. ഒരു വേള ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. മഹാന്മാരായിരിക്കുന്ന ആളുകൾ, മഹാന്മാരായിരിക്കുന്ന ഇമാമിയങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് എന്ത് പഠിച്ചു എന്ന് നാം മനസ്സിലാക്കണം. മഹാനായിരിക്കുന്ന ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു 1,00,000-ൽ പരം ഹദീസുകൾ മനഃപ്പാഠമാക്കിയ വ്യക്തിയായിരുന്നു. ആ മഹാനുഭാവനേക്കാൾ 1,001 ഹദീസുകൾ മനഃപ്പാഠമാക്കിയവർക്ക് മാത്രമേ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് തെറ്റാണ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ ഇന്നലെ വന്ന 2-3 ഹദീസ് പഠിച്ചവർ വന്നുകൊണ്ട് പറയുന്നു ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അവതരിച്ചത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ അതിനെന്തർത്ഥമാണുള്ളത് സഹോദരങ്ങളെ? അദ്ദേഹം കണ്ടെത്തിയ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എത്ര ഹദീസുകളാണ് പഠിച്ചിരുന്നത്, അല്ലെങ്കിൽ എത്ര ഹദീസുകളാണ് ക്രോഡീകരിച്ചത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനേക്കാൾ കൂടുതൽ ഹദീസുകൾ കണ്ടെത്തുമ്പോഴല്ലേ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ കാഴ്ചപ്പാടുകൾ തെറ്റായിരുന്നു എന്ന് പറയാൻ സാധിക്കുക? അങ്ങനെയായിരിക്കണ്ടേ. അതല്ലാതെ 2-3 ഹദീസുകൾ എടുത്തുകൊണ്ട് ഇതാണ് യഥാർത്ഥ ഹദീസ്, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കണ്ടെത്തിയ ഹദീസൊക്കെ പൊള്ളയായ ഹദീസാണ് എന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ വികലമാക്കുന്ന രീതി തുടർന്നാൽ എന്തർത്ഥമാണുള്ളത്? അതാർക്കും സാധിക്കും. നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ കണ്ടെത്തലുകൾ തെറ്റാണ് എങ്കിൽ ഇമാം ഷാഫി മദ്ഹബിന്റെ കണ്ടെത്തലുകൾ തെറ്റാണ്, അവർ പറയുന്നതൊക്കെ ചെയ്യുന്നതൊക്കെ ബിദ്അത്താണ് എന്ന് നമുക്ക് പറയണമെങ്കിൽ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനേക്കാൾ കൂടുതൽ വിജ്ഞാനം നമുക്കുണ്ടാവണ്ടേ? എങ്കിലല്ലേ നമുക്ക് അതിനെതിരെ പറയാൻ സാധ്യമാവുകയുള്ളൂ. അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ ഇന്നലെ വന്ന പല ആളുകളും ഇസ്ലാമിനെ എതിർക്കുന്നത്, അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിനെ എതിർക്കുന്നത് 2-3 ഹദീസുകൾ എവിടെ നിന്നെങ്കിലും എടുത്തുകൊണ്ട് ഇതാണ് യഥാർത്ഥ ഹദീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. സഹോദരങ്ങളെ, ചിന്തിക്കുക. ലൈഫായ ഹദീസുകൾ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇട്ടുകൊണ്ട് സമൂഹത്തെ വഞ്ചിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കും. അത്തരം ചതിക്കുഴികളിൽ പെടാതെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നേരായ പാതയിൽ മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
നമുക്ക് ഇന്നത്തെ ഹദീസ് പഠന ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഇന്നലെ വരെ നമ്മൾ പറഞ്ഞു വെച്ചത് കുറെ മര്യാദകളായിരുന്നു. ഇന്നും അത് തന്നെയാണ്. അതിനെക്കുറിച്ച് പറയുന്ന അധ്യായമാണ് അധ്യായം 118. ഖമീസ് ധരിക്കൽ സുന്നത്താണ്. ഖമീസ്, കന്തൂറ എന്ന് നമ്മളിവിടെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ കന്തൂറ എന്ന് പറയും. ഖമീസ് എന്ന് പറയുന്ന വസ്ത്രം ധരിക്കൽ സുന്നത്താണ്. അതിനെപ്പറ്റി പറയുന്നതാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട വസ്ത്രം ഖമീസ്, നീളം കുപ്പായമായിരുന്നു. അബൂദാവൂദ് 4025 തിർമദി 1762 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അസ്മാ റളിയല്ലാഹു അൻഹ നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുപ്പായക്കൈ മണികണ്ഠം വരെയായിരുന്നു. അബൂദാവൂദ് 4027 തിർമദി 1765 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, അഹംഭാവത്താൽ വസ്ത്രം നിലത്ത് വലിച്ചേക്കുന്നവന് അന്ത്യനാളിൽ അള്ളാഹു നോക്കുകയില്ല, അവനോട് വെറുപ്പായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തറപ്പിച്ചു പറഞ്ഞു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു സംശയം ഉന്നയിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, കൂടുതൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്റെ ഉടുതുണി താഴ്ന്നു പോകാറുണ്ടല്ലോ, താങ്കൾ അഹംഭാവത്താൽ ചെയ്യുന്നതല്ലോ അത് എന്നായിരുന്നു അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം. ബുഖാരി 10:217 മുസ്ലിം 2085 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഹങ്കാരത്താൽ ഉടുതുണി വലിച്ചു വെച്ച് നടക്കുന്നവനെ അന്ത്യദിനത്തിൽ അല്ലാഹു നോക്കുകയില്ല. ബുഖാരി 10:219 220 മുസ്ലിം 2087 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നരിയാണിയുടെ താഴേക്ക് ഇറങ്ങിയ വസ്ത്രം നരകത്തിലാണ്. ബുഖാരി 10:218 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂദർ റളിയല്ലാഹു അൻഹു നിവേദനം, 3 വിഭാഗത്തോട് അന്ത്യനാളിൽ അല്ലാഹു സംസാരിക്കുകയോ കാരുണ്യപൂർവ്വം അവരെ കടാക്ഷിക്കുകയോ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുകയോ ചെയ്യില്ല, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു. അപ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, വലിയ നഷ്ടം സംഭവിച്ചു വരും പരാജിതരുമായ ഈ വിഭാഗങ്ങൾ ആരെല്ലാമാണ് റസൂലേ? അവിടുന്ന് പറഞ്ഞു, വസ്ത്രം വലിച്ചു വെച്ച് നടക്കുന്നവരും തന്റെ നന്മകളുടെ എടുത്ത് പറയുന്നവരും കള്ളസത്യം ചെയ്ത് ചരക്ക് വിൽക്കുന്നവരുമാണവർ. മുസ്ലിം 106. സഹോദരങ്ങളെ, ചിന്തിക്കുക. ചെയ്ത നന്മകൾ എടുത്തു പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ വലിയ ആളാകുന്ന ആളുകളുണ്ടല്ലോ. അതുപോലെ തന്നെ തന്റെ വസ്ത്രങ്ങൾ നെരിയാണിക്ക് താഴെട്ട് കൊണ്ട് അഹങ്കാരത്തോട് കൂടെ വലിച്ചേക്കുന്നവരുണ്ടല്ലോ. അതുപോലെ തന്നെ കള്ളസത്യം ചെയ്ത് ചരക്ക് വിൽക്കുന്നവരുമുണ്ടല്ലോ. സഹോദരങ്ങളെ, 3 വിഭാഗക്കാരോടും അല്ലാഹു കാരുണ്യം കടാക്ഷിക്കുകയില്ലെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയുന്നു. അതുകൊണ്ട് ചിന്തിക്കുക സഹോദരങ്ങളെ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉടുതുണിയിലും കമീസിലും തലപ്പാവിലും വലിച്ചേക്കലുണ്ട്. അഹന്തയാൽ ഇതിൽ വല്ലതും വലിച്ചേക്കുന്നവനെ അന്ത്യദിനത്തിൽ അല്ലാഹു ഗൗനിക്കുകയില്ല. അബൂദാവൂദ് 4094 നസായി 8208 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിന്റെയൊക്കെ സാരം, അങ്ങനെ വസ്ത്രം ധരിച്ച് നടക്കുന്നവർ നരകത്തിലാണ് എന്നർത്ഥം. മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കുന്ന ഉപകാരങ്ങൾ വിളിച്ചു പറഞ്ഞ് ലോകരെ അറിയിക്കലും ഇല്ലാത്ത വിശേഷണങ്ങൾ പറഞ്ഞ് വിൽക്കലും വഞ്ചനയും അഹങ്കാരവും ഒക്കെ നരകത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ സഹോദരങ്ങളെ. അഹങ്കാരം പൂണ്ട് വസ്ത്രത്തിന് ആവശ്യമായതിലധികം തുണി ഉപയോഗിച്ച് ദുർവ്യയം ചെയ്യുന്നതും തെറ്റാണെന്നും നമുക്ക് ഇത്തരം ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം, ഞാൻ ഒരാളെ കണ്ടു, ജനങ്ങളെല്ലാം അയാളുടെ അഭിപ്രായം സ്വീകരിക്കുന്നു, അയാൾ പറയുന്നതെന്തും അംഗീകരിക്കുന്നു. അപ്പോൾ ഇയാൾ ആരാണെന്ന് ഞാൻ അവരോട് ചോദിച്ചു. അവർ പറഞ്ഞു, അദ്ദേഹം അല്ലാഹുവിന്റെ റസൂലാണെന്ന്. ഉടനെ ഞാൻ അദ്ദേഹത്തെ സമീപിച്ചു 2 പ്രാവശ്യം അലൈക്കസ്സലാം യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അലൈക്കസ്സലാം എന്നല്ല പറയേണ്ടത്, അത് മരണപ്പെട്ടവരോടുള്ള അഭിവാദ്യമാണ്. നീ അസ്സലാമു അലൈക്കും എന്ന് പറയുക. താങ്കൾ അല്ലാഹുവിന്റെ റസൂലാണോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, വല്ല അത്യാഹിതവും പിഴഞ്ഞിട്ട് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്നെ രക്ഷപ്പെടുത്തുന്നവനും ക്ഷാമകാലം വരുമ്പോൾ പ്രാർത്ഥിച്ചാൽ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിച്ച് തരുന്നവനും വിജന്ന സ്ഥലത്തോ വെള്ളമില്ലാത്ത സ്ഥലത്തോ അകപ്പെട്ട് വാഹനം നഷ്ടപ്പെട്ടിട്ട് നീ പ്രാർത്ഥിച്ചാൽ നിനക്കത് തിരികെ എത്തിച്ചു തരുന്നവനുമായ അള്ളാഹുവിന്റെ സന്ദേശവാഹകനാണ് ഞാൻ.
അപ്പോൾ ഞാൻ അങ്ങ് എന്നെ ഉപദേശിക്കണം എന്നപേക്ഷിച്ചു. അദ്ദേഹം എന്നെ ഉപദേശിച്ചു, നീ ആരെയും ശകാരിക്കരുത്. അതിനുശേഷം ഒരു സ്വതന്ത്രനെയോ അടിമയെയോ ഒട്ടകത്തെയോ ആടിനെയോ ഒന്നും ഞാൻ ശകാരിച്ചിട്ടില്ല. ആരാ പറയുന്നത്? ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, 2 സൽപ്രവർത്തനങ്ങളിൽ ഒന്നിനെയും നീ നിസാരമായി കാണരുത്. 3 പ്രസന്നവദനത്ത് കൂടിയായിരിക്കണം നീ മുസ്ലിം സഹോദരനോട് സംസാരിക്കേണ്ടത്. നീ നിന്റെ സഹോദരനോട് സംസാരിക്കേണ്ടത് പ്രസന്നവദനത്തോട് കൂടിയായിരിക്കണം. നിക്ഷയം അതൊരു സൽപ്രവൃത്തിയാണ്. 4 കണങ്കാലിന്റെ പകുതി വരെ നിന്റെ തുണി പൊക്കി ഇടുക്കണം. അത് അസാധ്യമെങ്കിൽ നെറിയാണി വരെ മാത്രം താഴ്ത്തുക. വലിച്ചേക്കുന്നത് സൂക്ഷിക്കണം. അഹന്ത കൊണ്ടുണ്ടാകുന്ന കാര്യം തന്നെയാണത്. അഹന്ത ഒരിക്കലും അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. ആരെങ്കിലും നിന്നെ നിന്റെ ദുർനടപടി ചൂണ്ടിക്കാണിച്ച് അപമാനിക്കുകയോ അസഭ്യം പറയുകയോ ചെയ്താലും നീ അതിനെപ്പറ്റി നിനക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞ് അപമാനിക്കരുത്. നീ അവനെപ്പറ്റി നിനക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞ് അപമാനിക്കരുത്. അവൻ ചെയ്തതിന്റെ നാശം അവൻ തന്നെ അനുഭവിക്കും. അബൂദാവൂദ് 4084 തിർമദി 2722 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക. ഈ ഹദീസിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും നോക്കൂ. നമ്മളെയൊക്കെ ആരെങ്കിലും ചില കാര്യങ്ങൾ പറഞ്ഞ് അപമാനിച്ചാൽ നമ്മൾ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ പറഞ്ഞ് മറ്റവനെ അപമാനിക്കുന്ന ഒരു സ്വഭാവം നമുക്കില്ലേ? നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരു സ്വഭാവം നിലനിൽക്കുന്നില്ലേ? സഹോദരങ്ങളെ, ചിന്തിക്കുക. അത്തരം അപമാനങ്ങൾ വരുമ്പോൾ അത് അല്ലാഹുവിന്റെ പേരിൽ അങ്ങ് ക്ഷമിച്ചു കളയുക. തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള പ്രതിഫലം നമുക്ക് തരുക തന്നെ ചെയ്യും. നമ്മൾ അത്തരം സ്വഭാവങ്ങൾ ഉള്ള ആളുകളുമായിട്ട് ഇടപഴകുമ്പോൾ അവരെന്ത് തന്നെ പറഞ്ഞാലും അതിനൊരു മറ്റൊരു കാര്യങ്ങൾ പറഞ്ഞ് അവരെ അപമാനിക്കാതിരിക്കുക. അല്ലാഹുവിന്റെ പേരിൽ അങ്ങ് ക്ഷമിച്ചു കളയുക. അങ്ങനെ ക്ഷമിക്കുമ്പോൾ അല്ലാഹുവിൽ നിന്ന് നമുക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് ആരംഭ നബിയുനാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, ഒരാളുടെ തുണി നിലത്തയച്ച് നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, നീ പോയി വുളൂ ചെയ്യുക. അയാൾ പോയി വുളൂ ചെയ്തു വന്നു. പക്ഷേ വീണ്ടും അയാളോട് നീ പോയി വുളൂ ചെയ്യുക എന്നവിടുന്ന് പറഞ്ഞപ്പോൾ മറ്റൊരാൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് അയാളോട് വുളൂ ചെയ്യാൻ കൽപ്പിച്ചിട്ട് മൗനം പാലിക്കുന്നത് എന്താണ്? അവിടുന്ന് പറഞ്ഞു, അവൻ വസ്ത്രം താഴ്ത്തിയിട്ടാണ് നിസ്കരിക്കുന്നത്. വസ്ത്രം താഴ്ത്തിയിട്ട് നിസ്കരിച്ചാൽ അല്ലാഹു സ്വീകരിക്കുന്നതല്ല. അബൂ ദാവൂദ് 638 4086 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഖൈസ് റളിയല്ലാഹു അൻഹു നിവേദനം, എന്റെ പിതാവ് അബൂ ദർറാന്റെ ഒരു സുഹൃത്തായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഡമസ്കസിൽ സഹലുൽ അന്നലിയ എന്ന പേരായ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. ഏകാന്ത ജീവിതം ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹത്തെ അപൂർവമായി മാത്രമേ ജനങ്ങളോട് ബന്ധപ്പെട്ടിരുന്നുള്ളൂ. നിസ്കാരമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖ്യ ജോലി. അത് കഴിഞ്ഞാൽ വീട്ടുകാരുടെ അടുത്തെത്തുന്നത് വരെ തസ്ബീഹും തക്ബീറും ചൊല്ലും. ഞങ്ങൾ ഒരിക്കൽ അബൂ ദർറാന്റെ സമീപം ഇരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്കരികിലൂടെ നടന്നു പോയി അബൂ ദർറാ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്നതും നിങ്ങൾക്ക് ഉപദ്രവമില്ലാത്തതുമായ വല്ലതും ഞങ്ങൾക്ക് പറഞ്ഞു തരിക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൈന്യത്തെ യുദ്ധത്തിനയച്ചു. അവർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നു. അവരിൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കാറുള്ള സ്ഥലത്ത് ചെന്നിരുന്നു. തന്റെ സമീപത്തുള്ള ഒരാളോട് പറഞ്ഞു, ഞങ്ങളും ശത്രുക്കളും ഏറ്റുമുട്ടിയ രംഗം നീ ഒന്ന് കാണേണ്ടതായിരുന്നു. ആ സമയത്ത് ഒരാൾ ശത്രുവിന്റെ മേൽ ചാടി വീണവനെ കുത്തിമലർത്തിക്കൊണ്ട്, ഇത് നീ പിടിച്ചോ, ഞാൻ ഗിഫാരി വംശജനാണ് എന്നൊക്കെ വിളിച്ചു പറഞ്ഞു. ഇവന്റെ ഈ വീമ്പിളക്കലിനെ സംബന്ധിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? അദ്ദേഹം പറഞ്ഞു, അവന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടതായി ഞാൻ മനസ്സിലാക്കുന്നു. ഇത് കേട്ട വേറൊരാൾ, ഞാൻ അതിന്റെ ഒരു തകരാറും കാണുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ തർക്കമായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോൾ ആശ്ചര്യഭരിതനായിക്കൊണ്ട് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഇഹത്തിൽ പ്രശംസയും പരലോകത്ത് പ്രതിഫലം ലഭിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. ഇത് കേട്ട് അബൂ ദർറാ റളിയല്ലാഹു അൻഹു ആഹ്ലാദഭരിതനായി ഞാൻ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് താങ്കൾ ഇങ്ങനെ കേട്ടുവല്ലേ എന്ന് അദ്ദേഹം ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരുന്നു. അതേ എന്ന് മറുപടി ലഭിച്ചിട്ടും അദ്ദേഹം ഈ ചോദ്യം തുടർന്നു. വിനീതനായ ശിഷ്യൻ ഗുരുവിന്റെ മുമ്പിൽ മുട്ടുകുത്തിയിരിക്കും പോലെ മുട്ടുകുത്തിയിരിക്കട്ടെ എന്ന് ഞാൻ പറയുന്നത് വരെ അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരുന്നു. മറ്റൊരിക്കൽ അദ്ദേഹം ഞങ്ങളുടെ അരികിലൂടെ നടന്നു പോയപ്പോൾ അബൂ ദർറാ റളിയല്ലാഹു അൻഹു അപേക്ഷിച്ചു, ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടതും താങ്കൾക്ക് അനർത്ഥമില്ലാത്തതുമായ വല്ലതും ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. അദ്ദേഹം പറഞ്ഞു, ധർമ്മയുദ്ധത്തിനുള്ള കുതിരയ്ക്കു ചെലവഴിക്കുന്നതും സദാ ധർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നവനെ പോലെയാണ്.
ധർമ്മയുദ്ധത്തിലുള്ള കുതിരക്ക് ചെലവഴിക്കുന്നവൻ സദാ ധർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നവനെ പോലെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. 3-ാം പ്രാവശ്യം അദ്ദേഹം ഞങ്ങൾക്കരികിലൂടെ നടന്നു പോയപ്പോൾ അബൂ ദർറാഹ് റളിയല്ലാഹു അൻഹു മുമ്പത്തെ പോലെ തന്നെ ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്നതും താങ്കൾക്ക് അനർത്ഥമില്ലാത്തതുമായി വല്ലതും പറഞ്ഞു തന്നാലും എന്നാവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഖുറൈമുൽ അസദി തന്റെ തുണി മടമ്പിനേക്കാൾ താഴ്ത്തിയൊടുക്കുകയും മുടി തോൾ വരെ നീട്ടുകയും ചെയ്തിരുന്നില്ലെങ്കിൽ നല്ലവനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ വിവരമറിഞ്ഞ ഖുറൈം കത്തിയെടുത്തു മുടി ചെവിക്ക് സമമായി മുറിക്കുകയും തുണി കണങ്കാൽ പകുതി വരെ കയറ്റി ഒടുക്കുകയും ചെയ്തു. 4 പ്രാവശ്യം അദ്ദേഹം ഞങ്ങൾക്കരികിലൂടെ നടന്നപ്പോൾ 4-ാം പ്രാവശ്യം അദ്ദേഹം ഞങ്ങൾക്കരികിലൂടെ നടന്നപ്പോൾ അബൂ ദർറാഹ് ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്നതും നിങ്ങൾക്ക് ഉപദ്രവകരമല്ലാത്തതുമായ വല്ലതും പറഞ്ഞു തരണേ എന്നപേക്ഷിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരന്മാരെ സന്ദർശിക്കേണ്ടി വരും. അപ്പോൾ ജനങ്ങളുടെ ദൃഷ്ടിയിൽ നിങ്ങൾ സൗന്ദര്യത്തിന്റെ പ്രതീകമായി തോന്നും വിധം നല്ല വാഹനവും നല്ല വസ്ത്രവും ഉപയോഗിക്കണം. വികൃതമായതോ മനഃപൂർവ്വം വികൃതമാക്കിയതോ ആയ രൂപം അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അബൂ ദാവൂദ് 4089 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ സഈദ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുസ്ലിമിന്റെ ഉടുതുണി കണങ്കാലിന്റെ പകുതി വരെയാണ്. മടമ്പ് വരെ എത്തുന്നതിൽ തെറ്റില്ല. മടമ്പിനേക്കാൾ താഴ്ന്നു കിടക്കുന്നത് നരകത്തിലാണ്. അഹങ്കാരത്തെക്കാൾ ഉടുതുണി വലിച്ചു വെച്ച് നടക്കുന്നവന് അല്ലാഹു കാരുണ്യത്തിന്റെ കടാക്ഷിക്കുകയില്ല. അബൂ ദാവൂദ് 4093 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. വിജ്ഞാനമുള്ളവരിൽ നിന്ന് വിജ്ഞയപൂർവ്വം വിജ്ഞാനം നുകരണം. ജനങ്ങളുമായി സംസർഗം നടത്തുന്നവർ സ്വഭാവവും വേഷഭൂഷാദികളും നന്നാക്കണം. പുരുഷന്മാർ ചെവിക്ക് സമമായി മുടിവെട്ടണം. തുണി മടമ്പിന് മേൽ കയറ്റി കൊടുക്കണം. സ്ത്രീ സൗന്ദര്യം പ്രദർശിപ്പിക്കാത്ത തരത്തിലുള്ളതും മറക്കേണ്ടത് മുഴുവൻ ഭാഗങ്ങളും മറക്കുന്നതുമായ വസ്ത്രങ്ങളൊക്കെ ധരിക്കണം എന്നുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഈ ഹദീസുകളിലൂടെ പഠിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കുക. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹുവിനും അവന്റെ തിരുറസൂലും ഇഷ്ടപ്പെട്ട മാർഗത്തിലാകുമാറാകട്ടെ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലൂടെ നടന്നപ്പോൾ എന്റെ തുണി അല്പം താഴ്ന്നിരുന്നു. അത് കണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുല്ലാഹ്, തുണി കയറ്റി കൊടുക്കുക എന്നോട് പറഞ്ഞു. ഞാൻ അല്പം കയറ്റി കൊടുത്തപ്പോൾ അവിടുന്ന് പറഞ്ഞു, അല്പം കൂടി കയറ്റി കൊടുക്കുക. ഞാൻ വീണ്ടും കയറ്റി കൊടുത്തപ്പോൾ അവിടുന്ന് പറഞ്ഞു, അല്പം കൂടി കയറ്റി കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇക്കാര്യം ഗൗരവപൂർവ്വം ശ്രദ്ധിച്ചിരുന്നു. താങ്കൾ എത്രത്തോളം കയറ്റിയെടുത്തു എന്ന് ചിലർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കണങ്കാലിന്റെ പകുതി വരെ. മുസ്ലിം 2086 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, അഹന്തയോടുകൂടി വസ്ത്രം വലിച്ചേക്കുന്നവരെ അന്ത്യനാളിൽ അല്ലാഹു നോക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിച്ചു, സ്ത്രീകൾ എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ വെച്ചാൻ താഴ്ത്തിയിടണം. എന്നിട്ട് അവരുടെ പാദങ്ങൾ വെളിവായാലോ എന്നവർ ചോദിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ ഒരു മുഴം താഴ്ത്തിയിടണം, അതിലധികം വേണ്ട. അബൂ ദാവൂദ് 4119 തുർമദി 1736 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അധ്യായം 120 ആഡംബര വസ്ത്രങ്ങൾ വർജിക്കണം. മുആദ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സാമ്പത്തിക ശേഷി ഉണ്ടായിരിക്കെ വിനയത്തിന്റെ പേരിൽ ആഡംബര വസ്ത്രം ഉപേക്ഷിച്ചവനെ അന്ത്യനാളിൽ ജനമധ്യത്തിൽ ക്ഷണിച്ചു വരുത്തി അല്ലാഹു ആദരിക്കും. സത്യവിശ്വാസികൾക്ക് നൽകുന്ന വസ്ത്രങ്ങളിൽ നിന്ന് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുത്ത് ധരിക്കാൻ അല്ലാഹു അവന് അനുമതി നൽകുന്നതാണ്. തിർമിദി 2483 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അധ്യായം 121 മിതമായ വസ്ത്രധാരണം. അംർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവിന്റെ പിതാമഹൻ നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തന്റെ ദാസന് നൽകിയ അനുഗ്രഹങ്ങളുടെ അടയാളങ്ങൾ അവനിൽ കാണുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ്. തിർമിദി 2820 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അധ്യായം 122 പട്ടുവസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ബാബാണ്. ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പട്ടി ധരിക്കരുത്, കാരണം ഇഹലോകത്ത് പട്ടി ധരിക്കുന്നവനെ പരലോകത്ത് അത് ധരിക്കാൻ സാധിക്കില്ല. ബുഖാരി 10243 മുസ്ലിം 2069 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പട്ട് ധരിക്കുന്നവന് പരലോകത്ത് ഒരു വിഹിതവും ലഭിക്കുകയില്ല.
ബുഖാരി 10244 മുസ്ലിം 2068 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുനിയാവിൽ പട്ട് ധരിക്കുന്നവന് ആഖിറത്തിൽ പട്ട് ധരിക്കാൻ കഴിയില്ല. ബുഖാരി 10242 മുസ്ലിം 2073 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അലി റളിയല്ലാഹു അൻഹു നിവേദനം, ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലതു കൈയിൽ പട്ടും ഇടതു കൈയിൽ സ്വർണവും പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇവ രണ്ടും എന്റെ സമുദായത്തിലെ പുരുഷന്മാർക്ക് നിഷിദ്ധമാണ്. അബൂ ദാവൂദ് 4057 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പട്ടും സ്വർണവും എന്റെ സമുദായത്തിലെ പുരുഷന്മാർക്ക് നിഷിദ്ധവും സ്ത്രീകൾക്ക് അനുവദനീയവുമാണ്. തിർമിദി 1720 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഹുദൈഫ റളിയല്ലാഹു അൻഹു നിവേദനം, സ്വർണ്ണ വെള്ളി പാത്രങ്ങളിൽ ആഹാരപാനീയങ്ങൾ കഴിക്കുന്നതും കട്ടിയുള്ളതും കട്ടി കുറഞ്ഞതുമായ പട്ട് ധരിക്കുന്നതും അതിലിരിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് നിരോധിച്ചിട്ടുണ്ട്. ബുഖാരി 10246 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അധ്യായം 123 ചികിത്സാർത്ഥം പട്ട് ധരിക്കാം. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, സുബൈർ റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ചൊറി ബാധിച്ചപ്പോൾ പട്ട് ധരിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താൽക്കാലികാനുമതി നൽകി. ബുഖാരി 10249 മുസ്ലിം 2076 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക, സഹോദരങ്ങളെ ആഡംബര വസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിക്കുക. ആഡംബര വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് മിതമായ രീതിയിൽ ശുദ്ധിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ജനങ്ങളെ അഭിമുഖീകരിക്കുക. സഹോദരങ്ങളെ ചിന്തിക്കുക, അതായത് പട്ട് പോലെയുള്ള വസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിക്കുക. ഇനി അഥവാ ഒരാൾക്ക് ചികിത്സാർത്ഥം പട്ട് ധരിക്കേണ്ടി വന്നാൽ മാത്രം ആ അസുഖം ഭേദമാകുന്നത് വരെ പട്ടുപയോഗിക്കുക. അതിനുശേഷം ഒരിക്കലും പട്ടുപയോഗിക്കരുത്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് നിഷിദ്ധമാക്കിയ കാര്യമാണ് പട്ടും സ്വർണവും. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക, ആ പട്ടും സ്വർണവും നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ തിരുദൂതരുടെ ആ പുണ്യമാക്കപ്പെട്ട മാതൃക നമ്മളും പിന്തുടരുക. അങ്ങനെ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട, അവന്റെ തിരുദൂതർക്ക് ഇഷ്ടപ്പെട്ട മുത്തഖിയായ അടിമകളായിട്ട് നാം മാറുക. അധ്യായം 124 പുലിത്തോല് പാടില്ല. മുആവിയ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പട്ടിലും പുലിത്തോലിലും നിങ്ങൾ സവാരി ചെയ്യരുത്, ഇരിപ്പിടത്തിന് ഉപയോഗിക്കരുത് എന്ന് ചുരുക്കം. അബൂ ദാവൂദ് 4129 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂൽ മലീഹ് പിതാവിൽ നിന്ന് നിവേദനം, വന്യമൃഗങ്ങളുടെ തോൽ ഉപയോഗിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. അബൂ ദാവൂദ് 4132 തിർമിദി 1771 നസായി 176 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അധ്യായം 125 പുതുവസ്ത്രം ധരിക്കുമ്പോൾ അബൂ സഈദ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുതുവസ്ത്രം ധരിക്കുമ്പോൾ തലപ്പാവ്, കുപ്പായം, രണ്ടാമുണ്ട് എന്നിങ്ങനെ ഓരോന്നിന്റെയും പേര് പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. നാഥാ, സർവസ്തുതിയും നിനക്കാണ്. എന്നെ ഈ വസ്ത്രം ധരിപ്പിച്ചത് നീയാണ്. ഇതിന്റെയും നിതെന്തിനു വേണ്ടിയാണോ നിർമ്മിച്ചത്, അതിന്റെയും നന്മ ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇതിന്റെയും നിതെന്തിനു വേണ്ടിയാണോ നിർമ്മിച്ചത്, അതിന്റെയും ദൂഷ്യത്തിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുകയും ചെയ്യുന്നു. അബൂ ദാവൂദ് 4020 തിർമിദി 1767 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ സഹോദരങ്ങളെ ചിന്തിക്കുക, സഹോദരങ്ങളെ, നമ്മൾ പുതുവസ്ത്രം ധരിക്കുമ്പോഴും പുതിയ വസ്ത്രങ്ങൾ ധരിക്കുമ്പോഴുമൊക്കെ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച ശേഷം അത് ധരിക്കുക. അതുപോലെ തന്നെ അതിന് വലതുഭാഗം മുൻഗണന നൽകുക. അത് വസ്ത്രധാരണത്തിന്റെ മര്യാദകളാണ്. ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകളാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ പ്രവാചക മാതൃക പിൻപറ്റുമ്പോൾ നമ്മൾക്ക് സുന്നത്തുകൾ ആദത്താക്കിയ കൂലി ലഭിക്കുന്നതാണ്. അതുകൊണ്ട് അത്തരം കൂലികളൊക്കെ നഷ്ടപ്പെടാതെ എല്ലാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ മാതൃകകളും പിന്തുടർന്നു കൊണ്ട് ജീവിക്കുമ്പോൾ അത്തരം സുന്നത്തുകൾ നഷ്ടപ്പെടാതെ എല്ലാ സുന്നത്തുകളും നമുക്ക് നമ്മളറിയാതെ നമ്മുടെ നന്മയുടെ ഏടുകളിൽ കരം തൂങ്ങുന്ന രീതിയിലേക്ക് മാറ്റാൻ നമുക്ക് സാധിക്കണം. അതിന് അല്ലാഹുവിന്റെ തിരുദൂതരുടെ ആ പുണ്യമാക്കപ്പെട്ട തിരുചര്യകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഹദീസുകളിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഹദീസ് പഠിക്കണം, ഹദീസുകളെ കുറിച്ച് മനസ്സിലാക്കണം.
ചിലപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ അരോചകത്വം ഉണ്ടായിരിക്കാം, പക്ഷേ ആവർത്തന വിരസത ഉണ്ടായിരിക്കാം. പക്ഷേ അള്ളാഹുവിന്റെ തിരുദൂതരുടെ ഹദീസുകളാണെന്ന ഉത്തമ ബോധത്തോടു കൂടെ അതിനെ സമീപിച്ചുകൊണ്ട് ആ ഹദീസുകളെ പൂർണ്ണമായി പഠിക്കാൻ നാം ഓരോരുത്തരും ശ്രമിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പുണ്യപ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഹദീസ് ക്ലാസ് ഞാനിവിടെ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ വീണ്ടും സംഗമിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ദുആയിലൊക്കെ ഈ പാവപ്പെട്ട എന്നെയും ഉൾപ്പെടുത്തണമെന്ന വസിയത്തോട് കൂടെ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.